ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ പുതിയ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ഫിഷ് നിർവാണം ഉണ്ടാക്കാണ്. അപ്പൊ ഞാൻ ഫിഷ് നിർവാണം ഉണ്ടാക്കിയിട്ട് മസാല വെച്ച് മീൻ പൊരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുപാടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഫിഷ് നിർവാണക്കുള്ള മീന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ എന്താണ്, അപ്പൊ മീനക്ക് നമ്മൾ എന്തൊക്കെ മുളക് ചേർത്തു, കുരുമുളക്, പിന്നെന്താ, മീൻ നിങ്ങൾ പൊരിച്ചല്ലേ, അപ്പോൾ അതേമാതിരി നിങ്ങൾ മീൻ പൊരിച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ഇത് കൊണ്ടുപോയാണ്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെ അടുപ്പത്തിൽ ഒന്നും പാടെ പൊരിച്ചത് എണ്ണൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 മീനും പാടെ പൊരിച്ച. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കരിവേപ്പില ഇടണം കേട്ടോ. അപ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് റെഡിയാക്കുകയാണ്. പിന്നെ ഇത് ഇടുമ്പോൾ കാണിച്ചു ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഒന്നുപാടെ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ എല്ലാതും ഇടുക കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാതും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ അതുപോലെ കുറച്ചും പാടെ എണ്ണ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ അതിക്കുള്ള മീൻ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ തേങ്ങാപ്പാലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി മീനൊക്കെ ഇടാം കേട്ടോ ഗൈസ്. അപ്പോൾ മീന് ഇതിക്ക് നമ്മൾ ഫസ്റ്റ് ചട്ടി വെച്ചിട്ട് വാഴൻ്റെ ഇലയും വെച്ചിട്ട് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് മീനൊന്ന് വെച്ചെടുക്കാം കേട്ടോ. ഇത് ഓൾറെഡി പൊരിച്ചതാണ്. നമ്മൾ മീൻ ഓൾറെഡി പൊരിച്ചതാണ്. നമ്മൾ എല്ലാ മീനും ജസ്റ്റ് സൈഡിൽ കൂടി വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി തേങ്ങാപ്പാൽ വയ്ക്കാനായിട്ടില്ല, വയ്ക്കണം. പിന്നെ ഒഴിക്കുമ്പോൾ വിളിക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചി, പച്ചമുളകും, തേങ്ങ ചെറിയ ചെറിയ നുറുക്കാക്കിയതും, പിന്നെ നമ്മൾ ചെറിയ കുറച്ച് മാങ്ങേൻ്റെ ഫ്ലേവറിന് ഒരു മാങ്ങയും പിന്നെ ഇഞ്ചി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ട് അപ്പോൾ ഈ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ ആ ഒന്നും പാടെ നേരെക്കൂടി ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതൊന്ന് ചൂടായിട്ട് നമ്മളെ തേങ്ങാപ്പാൽ, അപ്പം ഇനി കുറച്ച് കരിവേപ്പിൻ്റെ ഇല നമ്മൾ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കരിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിന് ഒഴിച്ചെടുക്കാം. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. അത് മുങ്ങണ അങ്ങനെ ഒഴിക്കാനുണ്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകും പാടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുരുമുളകും പാടെ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് ഉപ്പും പാടെ നമുക്ക് എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് ഉപ്പും പാടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് മൂടിയോണ്ട് അടച്ചേക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറുകി വരുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊരു മൂടി കൊണ്ട് അടച്ചേക്കാം കേട്ടോ. നമ്മൾ ഒരു മൂടി കൊണ്ട് അടച്ചേക്കും. അപ്പം ഇനി കുറുകി വരട്ടെ. ഇനി ആയിട്ട് വിളിക്കാം. നമ്മൾ പൊറാട്ട മേടിക്കാൻ പോകണം കേട്ടോ. ഫിഷ് നിർവാണക്ക് നമ്മൾ പൊറാട്ടം പാടെ മേടിക്കാം കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പൊറാട്ട മേടിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ പൊറാട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ പൊറാട്ട. നമ്മൾ 4 പൊറാട്ട മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് നല്ല ചൂടിലെ പൊറാട്ട, നല്ല അടിച്ച പൊറാട്ട കേട്ടോ ഗൈസ്. അപ്പം ഇനി നമുക്ക് വീട്ടിലെത്തിയിട്ട് കൊടുക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ തുറന്നു നോക്കാം. അപ്പോൾ നല്ലോണം കുറുകിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കണ്ടോ അങ്ങനെ പൊതളായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നമ്മൾ ഓഫാക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ ചൂട് കാരണം ഇനി ഒരു കുറച്ചേരൊക്കെ ഒന്നായിക്കോട്ടെ. അപ്പം ഇനി ഇതിൻ്റെ ചൂട് കാരണം ഒന്നുപാടെ ഒന്ന് കൊടുക്കിക്കോട്ടെ കേട്ടോ.
അപ്പൊ നീ എടുക്കുമ്പോൾ വിളിക്കാം ഗൈസ്. അപ്പൊ ഗൈസ് അങ്ങനെ ഫിഷ് നിർമ്മാണം തയ്യാറായിട്ടുണ്ടല്ലോ ഗൈസ്. അപ്പൊ നമുക്ക് പൊറാട്ട നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മള് എടുക്കുക കേട്ടോ. ഫിഷ് നിർമ്മാണമായിട്ട് തേങ്ങാപ്പാലിലൊക്കെ അങ്ങോട്ട് കുടിച്ചിങ്ങനെ. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പീസ് എടുക്കുക കേട്ടോ ഗൈസ്. തന്നെ വിളിക്കാം ഗൈസ്. കുറച്ച് നീരും എടുക്കാട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് ഒരു പൊറോട്ടന്റെ പീസ് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പീസ് അതെടുത്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണുണ്ടോ വീട്ടില്? അപ്പൊ വായിത്തിറങ്ങും. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ